ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. തെരുവ് കച്ചവടക്കാർക്കൊരു കൈത്താങ്ങ്, PM സ്വനിധി. ഏതൊരു പട്ടണത്തിലെയും അനൗപചാരിക സമ്പദ്വ്യവസ്ഥയുടെ സുപ്രധാന ഘടകമാണ് തെരുവ് കച്ചവടക്കാർ. ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണിത്. അതോടൊപ്പം പൊതുജനങ്ങൾക്ക് അവരുടെ വീടിനടുത്തും യാത്രാ വഴിയിലുമൊക്കെയായി സാധനങ്ങളും സേവനങ്ങളും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നു തെരുവ് കച്ചവടക്കാർ. ഒട്ടേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് തെരുവ് കച്ചവടം. ഇത്തരം സംരംഭങ്ങൾക്ക് പലപ്പോഴും ഔദ്യോഗിക അംഗീകാരമില്ലാത്തതിനാൽ വായ്പകൾ ഉൾപ്പെടെയുള്ള ഒട്ടേറെ അവസരങ്ങൾ അവർക്ക് നിഷിദ്ധമായിരുന്നു. അസംഘടിത മേഖലയായതിനാൽ തന്നെ സാമൂഹിക സുരക്ഷ, ക്ഷേമ പദ്ധതികൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും അവർക്ക് അന്യമായിരുന്നു. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏറെ സഹായകരമായ ഒരു പദ്ധതിയാണ് PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി. സ്വനിധി പദ്ധതി വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി അവതരിപ്പിച്ച PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് പുറത്തിറക്കിയിരുന്നു. വായ്പ ലഭിക്കാൻ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന തെരുവ് കച്ചവടക്കാരുടെ അവസ്ഥ സ്വനിധി പദ്ധതിയിലൂടെ മാറിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാർക്ക് ആദ്യമായി ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിച്ചു. ഇത് അവരുടെ ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കിയെന്നും ശ്രീ മോദി പറഞ്ഞു. बीते 11 वर्षों में करोड़ों देशवासियों को बैंकिंग व्यवस्था से जोड़ने का बहुत बड़ा काम हुआ है. अब गरीब, SC, ST, OBC, महिलाओं, फिशरमैन, इन सभी को भी आसानी से बैंक लोन मिलने लगे हैं. जिनके पास कोई गारंटी नहीं है, सरकार खुद उनकी गारंटर बन रही है. जो लोग सड़कों के किनारे गलियों में सामान बेचते हैं, इन स्ट्रीट वेंडर्स की स्थिति भी पहले बहुत बुरी थी. उन्हें सामान खरीदने के लिए कुछ 100 रुपये भी महंगे ब्याज पर लेने पड़ते थे. केंद्र सरकार ने पहली बार इनके लिए PM स्वनिधि स्कीम बनाई. इस स्कीम के बाद देश भर में लाखों साथियों को बैंकों से बहुत मदद मिली है. लाखों स्ट्रीट वेंडर्स को जिंदगी में पहली बार बैंक से कोई लोन मिला है. अब भारत सरकार एक कदम आगे बढ़ते हुए इन साथियों को क्रेडिट कार्ड दे रही है. थोड़ी देर पहले यहां भी PM स्वनिधि क्रेडिट कार्ड दिए गए हैं. इसमें केरला के 10,000 और तिरुवनंतपुरम के 600 से अधिक साथी हैं. पहले सिर्फ अमीरों के पास ही क्रेडिट कार्ड होता था. अब स्ट्रीट वेंडर्स के पास भी स्वनिधि क्रेडिट कार्ड है. തെരുവ് കച്ചവടക്കാർക്ക് ഈടില്ലാതെ പ്രവർത്തന സഹായമായി ലഘുവായ്പകൾ സ്വനിധി പദ്ധതിയിലൂടെ നൽകുന്നു. 2020 ജൂണിലാണ് കേന്ദ്ര സർക്കാർ PM സ്വനിധി പദ്ധതി അവതരിപ്പിച്ചത്. കോവിഡ് മഹാമാരിയും ലോക്ഡൌണും സൃഷ്ടിച്ച സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും കച്ചവട നഷ്ടത്തിൽ നിന്നും തെരുവ് വ്യാപാരികൾക്ക് കൈത്താങ്ങ് നൽകുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. കച്ചവടക്കാർക്ക് കൃത്യസമയത്ത് സാമ്പത്തിക പിന്തുണ നൽകിയതിലൂടെയും വ്യാപാര വിപുലീകരണത്തിന് മൂലധനം ലഭ്യമാക്കിയതിലൂടെയും പദ്ധതി മികച്ചൊരു മുന്നേറ്റമായി പിന്നീടുള്ള വർഷങ്ങളിൽ മാറി. തെരുവ് കച്ചവടക്കാർ നൽകുന്ന സംഭാവനയ്ക്ക് ലഭിച്ച ഔപചാരിക അംഗീകാരം കൂടിയായി ഈ പദ്ധതി മാറി. കണ്ണൂർ പട്ടണത്തിൽ നിന്നുള്ള പഴക്കച്ചവടക്കാരനായ ശ്രീ നന്ദനൻ. ഞാൻ ലോൺ എടുത്തതിന് ശേഷം നമുക്കത് ഉപകാരപ്രദമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ലോണ് 2-3 ഗഡുക്കളായിട്ട് ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. അതിനെ കൊണ്ട് എന്റെ ബിസിനസ്, എന്റെ കച്ചവടത്തിന് ചെറിയൊരു ഉയർച്ചക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ആ ലോണ് കിട്ടിയതുകൊണ്ട് മറ്റ് പുറമെ നിന്ന് കട എടുക്കേണ്ടി വന്നിട്ടില്ല. എന്തായാലും എന്നെപ്പോലത്തെ ആളുകൾക്ക് ഒരു സൗകര്യമാണെന്നാണ് എന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ആ കാഴ്ച പറയാനുള്ളത്.
2026 ജനുവരി തുടക്കം വരെയുള്ള കണക്കനുസരിച്ച് 1,07,00,000-ലധികം വായ്പകൾ PM സ്വനിധി പദ്ധതിയുടെ കീഴിൽ വിതരണം ചെയ്തു. പദ്ധതിയുടെ വായ്പാ കാലയളവ് 2030 മാർച്ച് 31 വരെ നീട്ടാൻ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതോടെ 50 ലക്ഷം പുതിയ ഗുണഭോക്താക്കൾക്ക് കൂടി പദ്ധതി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അർഹരായ തെരുവ് കച്ചവടക്കാർക്ക് പ്രവർത്തന മൂലധനം എന്ന നിലയിൽ PM സ്വനിധി പദ്ധതി വഴി ഈടില്ലാതെ തന്നെ ബാങ്കുകൾ വഴി വായ്പകൾ ലഭിക്കും. ആദ്യഘട്ട വായ്പയായി 15,000 രൂപയാണ് അനുവദിക്കുന്നത്. ഇത് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് രണ്ടാം ഘട്ടവും തുടർന്ന് മൂന്നാം ഘട്ടവും വായ്പകൾക്ക് അർഹതയുണ്ടാകും. രണ്ടാം ഘട്ടത്തിൽ 25,000 രൂപയും മൂന്നാം ഘട്ടത്തിൽ 50,000 രൂപയുമാണ് ലഭിക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് ഏറെ ബുദ്ധിമുട്ടനുഭവിച്ച തനിക്ക് PM സ്വനിധി പദ്ധതി വഴി ലഭിച്ച ലോൺ ഏറെ പ്രയോജനകരമായെന്ന് കൊല്ലം അമൃതകുളം സ്വദേശിനിയായ ഭാഗ്യക്കുറി വിൽപ്പനക്കാരി ശ്രീമതി പ്രസന്നകുമാരി അഭിപ്രായപ്പെട്ടു. ഞാൻ ഒരു ലോട്ടറി തൊഴിലാളിയാണ്. ലോട്ടറി തൊഴിലാളിയായിട്ട് നിന്നിട്ട് എനിക്കിപ്പോ ടിക്കറ്റ് എടുക്കാനൊന്നും പൈസ ഇല്ലാതെ വിഷമിച്ച് നിന്നപ്പോഴാണ് സ്വാതന്ത്ര്യ നരേന്ദ്രമോദി സാറിന്റെ സ്വാതന്ത്ര്യ പദ്ധതി എന്നുള്ളൊരു എനിക്ക് ആദ്യമായിട്ട് 10,000 രൂപ ലോൺ കിട്ടി. ആ 10,000 രൂപ കൊണ്ട് ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുത്ത് വിറ്റ് അത് മുന്നേറിക്കൊണ്ടിരുന്ന് കറക്റ്റ് ആയിട്ടെല്ലാം അടച്ച് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 25,000 രൂപയുടെ ലോൺ കിട്ടി. ആ 25,000 രൂപയും ഞാൻ കറക്റ്റ് ആയിട്ട് അടച്ചു. അത് എനിക്കൊരു വലിയൊരു സഹായമായിരുന്നു. വേറെ ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരു കണ്ടീഷനായിരുന്നു. അപ്പോൾ സമയത്താണ് ഞാൻ ഈ ലോട്ടറി ടിക്കറ്റിന്റെ ഇതിനെ വിഷമിക്കുമ്പോഴാണ് എനിക്ക് പൈസ കിട്ടിയത്. അതിൽ ഞാൻ ആദ്യത്തെ എല്ലാം കറക്റ്റ് ആയിട്ട് അടച്ച് അതിലും കഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ടാമത്തതും ഞാൻ അതുപോലെ എടുത്ത് 25,000 രൂപ കിട്ടി. അതും ഞാൻ കറക്റ്റ് ആയിട്ട് അടച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വീണ്ടും 50,000 രൂപയുടെ ലോൺ അവർ ഇങ്ങോട്ട് തന്നെ വിളിച്ച് എനിക്ക് തന്നത്. ഞാൻ കൃത്യനിഷ്ഠയോട് അടച്ചതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ച് ഞാൻ എല്ലാം കൊണ്ട് കൊടുത്ത് അന്ന് രാത്രി തന്നെ എന്റെ അക്കൗണ്ടിൽ 50,000 രൂപ കയറുകയും ചെയ്ത്. ഈ കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് കയറിയത്. 20-ാം തീയതിയിലാണ് എനിക്ക് കയറിയത്. അപ്പോൾ എനിക്കതിൽ സന്തോഷമുണ്ട്. ഇത് ഒരുപാട് പാവപ്പെട്ട തൊഴിലാളികൾക്ക് നല്ലൊരു അവസരമായിട്ട് കണക്കാക്കണം. അവർ അത് നല്ല രീതിയിൽ ആ ലോൺ എടുത്ത് നല്ല രീതിയിൽ അടച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോയി മുന്നേറാൻ പറ്റുന്ന ഒരു ഇതാണ്. സ്വനിധി പദ്ധതി ഗുണഭോക്താക്കൾക്ക് സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ പ്രയോജനം കൂടി ലഭിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ 8 പദ്ധതികളുമായി അവരെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, PM സുരക്ഷാ ബീമാ യോജന എന്നിവ ഉൾപ്പെടെയുള്ള ഈ പദ്ധതികളിൽ നിന്നുള്ള പ്രയോജനത്തിനും അർഹരായ സ്വനിധി ഗുണഭോക്താക്കളെ പരിഗണിക്കും. ബാങ്കുകൾ, നഗര തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തിലൂടെയാണ് സ്വനിധി പദ്ധതി നടപ്പിലാക്കുന്നത്. കേരളത്തിൽ നഗര ഉപജീവന മിഷൻ, കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നിർവഹണം. കുടുംബശ്രീ സംസ്ഥാന മിഷൻ മാനേജർ പൃഥ്വിരാജ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ തെരുവ് കച്ചവടക്കാർക്കായി കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ പദ്ധതിയാണ് PM സ്വനിധി. പ്രസ്തുത പദ്ധതി വഴി തെരുവ് കച്ചവടക്കാർക്ക് യാതൊരു ഈടുമില്ലാതെ 7% പലിശ നിരക്കിൽ ബാങ്കുകൾ ലോൺ ലഭ്യമാക്കുന്നു. ഈ പദ്ധതിയുടെ ആദ്യഘട്ടം 2024 അവസാനിക്കുകയും ഏറെ പുതുമകളോടുകൂടി 2025 ഈ പദ്ധതി വീണ്ടും നടപ്പാക്കുകയും ചെയ്തു. നിലവിൽ ഈ പദ്ധതിയുടെ കീഴിൽ ആദ്യഘട്ടമായി 15,000 രൂപയും രണ്ടാം ഘട്ടമായി 25,000 രൂപയും മൂന്നാം ഘട്ടമായി 50,000 രൂപയും ലോൺ ലഭ്യമാണ്. കൂടാതെ രണ്ടാം ഘട്ട ലോൺ പൂർത്തീകരിക്കുന്ന തെരുവ് കച്ചവടക്കാർക്ക് ക്രെഡിറ്റ് കാർഡ് സംവിധാനവും ലഭ്യമാണ്. പ്രസ്തുത പദ്ധതി കേരളത്തിൽ കുടുംബശ്രീ വഴിയാണ് നടപ്പാക്കി വരുന്നത്. കുടുംബശ്രീ നോഡൽ ഏജൻസി ആയിട്ടുള്ള ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ നഗരസഭകളിലെ തെരുവ് കച്ചവടക്കാരും കൂടാതെ നഗര സ്വഭാവമുള്ള സെൻസസ് ടൗണുകളിലെ തെരുവ് കച്ചവടക്കാരുമാണ്. നഗരസഭ സർവേ വഴി കണ്ടെത്തിയിട്ടുള്ള തെരുവ് കച്ചവടക്കാർക്കും കൂടാതെ സർവേയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത തെരുവ് കച്ചവടക്കാർക്ക് LOR വഴിയും പ്രസ്തുത പദ്ധതിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിൽ ഈ പദ്ധതിയുടെ കീഴിൽ 1 ലക്ഷത്തിന് മുകളിൽ തെരുവ് കച്ചവടക്കാർക്ക് അല്ലെങ്കിൽ ചെറുകിട കച്ചവടക്കാർക്ക് വായ്പ ലഭ്യമാക്കിയിട്ടുണ്ട്. അർഹരായ തെരുവ് കച്ചവടക്കാരെ തിരിച്ചറിയുന്നതിലും വായ്പാ പ്രക്രിയകൾ സുഗമമാക്കുന്നതിലും ക്ഷേമ പദ്ധതികളുമായി ഗുണഭോക്താക്കളെ ബന്ധിപ്പിക്കുന്നതിലും തദ്ദേശ സ്ഥാപനങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. ബാങ്കുകൾ വഴി എളുപ്പത്തിലുള്ള വായ്പാ വിതരണം, സമയബന്ധിതമായി പലിശ സബ്സിഡി പ്രക്രിയകൾ എന്നിവ നടപ്പിലാക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകളും പദ്ധതിയുടെ കീഴിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അർഹരായവരിലേക്ക് പദ്ധതിയുടെ പ്രയോജനം എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെയും ബാങ്കുകളുടെയും ആഭിമുഖ്യത്തിൽ ലോൺ മേളകൾ സംഘടിപ്പിക്കാറുണ്ട്. ഗുണഭോക്താക്കൾക്ക് അനായാസവും വേഗത്തിലും വായ്പകൾ വിതരണം ചെയ്യുന്നതിന് ബാങ്കുകൾ
പ്രത്യേകം ഊന്നൽ നൽകുന്നുണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അയത്തിൽ ബ്രാഞ്ച് മാനേജർ ശ്രീ പ്രിജി TA. PM സ്വനിധി അഥവാ പ്രധാനമന്ത്രി സ്ട്രീറ്റ് വെൻഡേഴ്സ് ആത്മനിർഭർ നിധി എന്ന് പറയുന്ന സ്കീം കേന്ദ്ര ഗവൺമെന്റ് ജൂൺ 1, 2020 പ്രഖ്യാപിച്ചത്. ഇത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമാണ്. ഇത് പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് അഭിയാൻ എന്ന് പറയുന്ന വലിയൊരു സ്കീമിന്റെ ഭാഗവും കൂടെയാണ്. ഇതിൽ 50 ലക്ഷത്തോളം വരുന്ന സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഫോർമൽ ഫൈനാൻഷ്യൽ സെക്ടറിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പദ്ധതി കൂടെയാണ്. COVID-19 ശേഷം സ്ട്രീറ്റ് വെൻഡേഴ്സിന് ഒരു റിലീഫ് മെഷറായിട്ട് കൊണ്ടുവന്ന സ്കീം കൂടിയാണ് ഇത്. സ്ട്രീറ്റ് വെൻഡേഴ്സ് മേജറായിട്ട് അവരുടെ ട്രാൻസാക്ഷൻ ക്യാഷിലാണ് ചെയ്യുന്നത്. അത് മാറ്റിയിട്ട് അവരുടെ മേജറായിട്ടുള്ള ട്രാൻസാക്ഷൻ ഡിജിറ്റൽ രൂപേണ അക്കൗണ്ട് വഴി ആക്കാനാണ് ഈ സ്കീം ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ പുതിയ ഭേദഗതി പ്രകാരം 3 ഗഡുക്കളായിട്ടാണ് ലോൺ കിട്ടുന്നത്. ആദ്യത്തെ ഗഡു 15,000 രൂപയാണ്. അത് കൃത്യമായി മാസാടവ് അടച്ച് നമ്മൾ ലോൺ കൃത്യസമയത്ത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അടുത്ത ഗഡുവായ 25,000 രൂപ ലോൺ ലഭിക്കുന്നതാണ്. അതും മാസാടവ് കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ നമ്മൾ അടച്ചു തീർക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് 50,000 രൂപ ലോൺ ലഭിക്കാൻ എലിജിബിലിറ്റി വരും. സംരംഭകത്വം, സാമ്പത്തിക സാക്ഷരത, ഡിജിറ്റൽ നൈപുണ്യം എന്നീ രംഗങ്ങളിൽ തെരുവ് കച്ചവടക്കാരുടെ നൈപുണ്യ വികസനത്തിലും സ്വനിധി പദ്ധതി ശ്രദ്ധ നൽകുന്നു. സാധാരണക്കാരായ തെരുവ് കച്ചവടക്കാർക്ക് വ്യാപാര വിപുലീകരണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള അവസരങ്ങളും സാമ്പത്തിക സ്രോതസ്സും ഉറപ്പുവരുത്തുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു. PM स्वनिधि योजना का जो प्रभाव हुआ है वो दिखाता है कि जब गरीब को संबल मिलता है तो वो कुछ भी कर सकता है. PM स्वनिधि योजना में एक महत्वपूर्ण बात सामने आई कि स्वनिधि की सहायता प्राप्त करने वाले साथियों को वार्षिक कमाई में औसतन 23,000 रुपए की अतिरिक्त वृद्धि हुई है. തെരുവ് കച്ചവടക്കാരെ ഔപചാരിക സാമ്പത്തിക സംവിധാനത്തിലേക്ക് പദ്ധതി സംയോജിപ്പിക്കുന്നു. അനൗപചാരിക ഉപജീവന മാർഗങ്ങളിൽ നിന്ന് സംരംഭകത്വത്തിലേക്കുള്ള പരിവർത്തനത്തിനും അത് വഴിയൊരുക്കുന്നു. അഭിവൃദ്ധി പ്രാപിക്കാൻ അവസരമുള്ള സുസ്ഥിര വളർച്ചാ പാതയിലേക്ക് ഓരോ പൗരനെയും നയിക്കാനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതാണ് PM സ്വനിധി. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അരവിന്ദ്. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.